ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രാർത്ഥിച്ചിട്ടും ഒരു തരത്തിലുമുള്ള ആത്മീക സന്തോഷം അനുഭവിക്കാനായിട്ട് കഴിയുന്നില്ല. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ വചനത്തിൽ നിന്നുള്ള ചില തിരിച്ചറിവുകൾ ഇത് മറികടക്കാനായിട്ട് നമ്മെ സഹായിക്കും. 28 സങ്കീർത്തനത്തിൻ്റെ 7 വാക്യത്തിൽ ദാവീദിൻ്റെ ചില വാക്കുകൾ ഇങ്ങനെയാണ്: അതുകൊണ്ട് എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു. Therefore my heart rejoices greatly. എൻ്റെ ഹൃദയം ഏറ്റവും ഉല്ലസിക്കുന്നു. അതുകൊണ്ട് 28 സങ്കീർത്തനമാണ് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. വാസ്തവമായ ദൈവിക സന്തോഷം നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ആത്മീക ജീവിതം വിരസമായി തീരും. ഇന്നത്തെ കാലഘട്ടത്തിൽ പുതിയ തലമുറകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന്, അവര് ആരാധനയിലും പ്രാർത്ഥനകളിലുമൊക്കെ ചടങ്ങിന് പങ്കെടുക്കുന്നുണ്ടെങ്കിലും അവരുടെ അകത്ത് യഥാർത്ഥമായ ആത്മീക സന്തോഷം അവരനുഭവിക്കുന്നില്ല എന്നുള്ളതാണ്. കുറെ കഴിയുമ്പോൾ അവരിൽ പലരും ഇതൊക്കെ വിട്ടുമാറി മറ്റു പല കാര്യങ്ങളിലേക്ക് പോകുന്ന ധാരാളം അനുഭവങ്ങൾ ഉണ്ട്. പ്രാർത്ഥനയ്ക്കായിട്ട് വിളിക്കുന്ന പല പ്രിയപ്പെട്ടവരുടെയും തലമുറകളൊക്കെ ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് കാണുമ്പോൾ സത്യസന്ധമായി ദൈവവചനത്തിൻ്റെ അകത്തെ ചില തിരിച്ചറിവുകൾ ആ തലമുറകൾക്ക് കുഞ്ഞുനാളിലെ ശരിയായ പാതയിൽ, അതേ വഴിയിൽ, അതേ മാതാപിതാക്കന്മാർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് കഴിയുമെങ്കിൽ ഒരിക്കലും ആ തലമുറ തെറ്റിപ്പോകുകയില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം പഴയ നിയമ പുസ്തകങ്ങളിൽ, ആവർത്തനത്തിലും പുറപ്പാട് പുസ്തകങ്ങളിലും ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ തലമുറകൾക്ക് പ്രത്യേക പ്രാധാന്യം വചനത്തിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ നീ നിന്റെ മക്കളോട് ഇതൊക്കെ പറയണം. എന്തൊക്കെ പറയണം? ദൈവം നടത്തിയ വഴികളെക്കുറിച്ച് പറയണം, ദൈവത്തെക്കുറിച്ച് പറയണം, ഇതൊക്കെ പറയണം. പറഞ്ഞ് നീ അവനെ മനസ്സിലാക്കണം. ദുഃഖകരമെന്ന് പറയട്ടെ, പണത്തിൻ്റെയും ലോക സൗകര്യങ്ങളുടെയും ഒക്കെ പിന്നാലെ പോകുന്ന ക്രൈസ്തവരുടെ പോലും നല്ല പങ്ക് തലമുറകൾ വലിയ പ്രശ്നത്തിൻ്റെ അകത്തായി അവരതിൽ നിന്ന് കരകയറുവാൻ കഴിയാത്ത ദുഃഖകരമായ സാഹചര്യത്തിലേക്ക് എത്തുന്നത് കാണുമ്പോൾ ഒരുപാട് ദുഃഖമുണ്ട്. എന്തുകൊണ്ടാണ് ദുഃഖം വരുന്നതെന്നറിയാമോ? പലതും സമയം കഴിഞ്ഞുപോയി. രക്ഷിക്കാൻ പറ്റാത്ത വിധത്തിലേക്കുള്ള വലിയ കുടുക്കുകളിൽ അവർ പോയി പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് സ്നേഹത്തോടെ മാതാപിതാക്കന്മാരായ നമുക്ക് ഓരോരുത്തർക്കും, എനിക്കുമുണ്ട് കുഞ്ഞുങ്ങൾ 2, നമുക്ക് ഓരോരുത്തർക്കും ദൈവവചനത്തിലൂടെ ശരിയായ ചില തിരിച്ചറിവുകളിലേക്ക് നമുക്ക് വരികയും നമുക്ക് വളർന്നു വരുന്ന തലമുറകളെ യഥാർത്ഥമായ ഒരു ആത്മീകതയുടെ പാതയിൽ ഹൃദയത്തിൻ്റെ അകത്ത് സന്തോഷം അനുഭവിക്കുന്ന ഒരാത്മീക നിലവാരമുണ്ട്, അല്ലെങ്കിൽ ഒരു ആത്മീക അവസ്ഥയുണ്ട്. ആ ഒരു ആത്മീക അവസ്ഥയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ വചനം പറയുന്ന ആ മാർഗങ്ങളിലൂടെ യാത്ര ചെയ്ത് കർത്താവുമായിട്ടുള്ള യഥാർത്ഥമായ ഒരു ബന്ധത്തിൻ്റെ അകത്തേക്ക് നമ്മൾ എത്തണം. അനുസരണത്തിലേക്ക് നമ്മൾ എത്തണം. പ്രാർത്ഥനകളും ആരാധനകളും ഒന്നും വെറുതെ ചടങ്ങുകളായി മാത്രം തീരാതെ പലതും ചടങ്ങുകളായി പോവുകയാണ്. ഈ ചടങ്ങുകൾ കുറച്ച് കഴിയുമ്പോൾ മനം എടുക്കും. കാരണം കഴിഞ്ഞ ആഴ്ച ഒരു രീതി, അതിൻ്റെ അടുത്ത ആഴ്ച ഒരു രീതി, ഇതിലൊക്കെ എന്താ? പിന്നെ കല്യാണം കഴിക്കാനും അടക്കാനും സമൂഹത്തിന് മുമ്പിൽ പറയാനും മാത്രം ചിലര് ഈ ലേബിൾ കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതല്ലാതെ വ്യക്തിപരമായി ദൈവം മുമ്പാകെ ദൈവശബ്ദം കേൾക്കാനോ ദൈവം ആരാണെന്നോ അറിയാൻ ശ്രമിക്കാതെ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ആയിത്തീരുന്നത് പല സമയങ്ങളിലും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സങ്കീർത്തനത്തിൽ നിന്ന് ചില ആത്മീക ചിന്തകൾ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകട്ടെ. അതുകൊണ്ട് എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു. 28 സങ്കീർത്തനത്തിൻ്റെ 7 വാക്യത്തിൻ്റെ അവസാന ഭാഗമാണ്. ഇതൊരു നിസ്സാര വാക്യമായി ഇതിനെ തള്ളിക്കളയരുത്. അതിന് തൊട്ട് പിൻപിലുള്ള വാക്യങ്ങൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ പരിശുദ്ധാത്മാവ് ആത്മീക ചിന്തകളെ നൽകി എൻ്റെ ജീവിതവുമായി തട്ടിച്ച് മുമ്പോട്ട് വെച്ചപ്പോഴാണ് വളരെ ആഴമായ ആത്മീക അർത്ഥങ്ങൾ അതിൻ്റെ അകത്തുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. കാരണം എന്താണെന്നറിയാമോ?
അതിന്റെ തൊട്ട് പിൻപിലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാണ് കാണുന്നത്, അതെ, എൻ്റെ ഹൃദയം അവങ്കൽ ആശ്രയിച്ചു. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. എൻ്റെ ഹൃദയം അവനിൽ ആശ്രയിച്ചു, എനിക്ക് സഹായം ലഭിച്ചു. എൻ്റെ ബലവും എൻ്റെ പരിചയും യഹോവയാണ്, എൻ്റെ യാചനകളുടെ ശബ്ദം കേട്ടിരിക്കുന്നു. അടിയന്തരമായ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ അടിയന്തര സഹായം ആവശ്യമായ ഒരു സാഹചര്യത്തിൽ ദാവീദ് ദൈവമുമ്പാകെ പ്രാർത്ഥിക്കുന്ന സങ്കീർത്തനമാണ് 28-ാം സങ്കീർത്തനം. ആ ഒരു സങ്കീർത്തനം. അപ്പം ഇവിടെ അദ്ദേഹം കരഞ്ഞു, നിലവിളിച്ചു, പ്രാർത്ഥിച്ച വിഷയത്തിന്റെ മറുപടി കിട്ടിയെന്ന് ആ സങ്കീർത്തനത്തിൽ തന്നെ എഴുതിയിരിക്കുകയാണ്. ഉറപ്പായും പ്രാർത്ഥനകൾക്കൊക്കെ മറുപടിയുണ്ട്. പക്ഷേ നമ്മൾ വരുത്തേണ്ടുന്ന കുറച്ച് മാറ്റങ്ങളുണ്ട്. അതാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ വേഗത്തിൽ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്, ഇല്ലേ? പ്രാർത്ഥിക്കാത്തവരായിട്ട് വളരെ കുറച്ച് നിരീശ്വരവാദികളല്ലാത്തവരെല്ലാവരും പ്രാർത്ഥിക്കും. പക്ഷേ വേദപുസ്തകത്തിലെ പ്രാർത്ഥനകൾ എന്ന് പറയുന്നത് വെറും വാചകങ്ങളോ ഭാഷണങ്ങളോ ഒന്നുമല്ല. ഇപ്പോൾ മഹാപരിശുദ്ധനും നിത്യനും സർവശക്തനുമായ ദൈവമേ എന്നൊക്കെ എന്താ പറയുന്നത്, വിളിച്ച് ആ ഒരു വിളിയിൽ കർത്താവ് വീഴുമെന്നാണോ നമ്മൾ ധരിക്കുന്നത്? ഒരിക്കലുമല്ല. ഞാൻ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കിയത്, അപ്പാ എന്ന് നീറുന്ന ഹൃദയത്തിന്റെ അകത്ത് ഒന്ന് വിളിച്ചാൽ ആ വിളിയിലാണ് അവിടുന്ന് ഇറങ്ങി വരുന്നത്. കാരണം വാചകങ്ങളുടെ പ്രാധാന്യമോ ഗാംഭീര്യമോ ഒന്നും പ്രാർത്ഥനയുടെ മറുപടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതൊക്കെ നമുക്ക് എവിടുന്നാണ് കിട്ടുന്നത്? എനിക്ക് പോലും ഈ അറിവുകൾ വചനത്തിന്റെ അകത്തു നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ അത് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. പലരുടെ ജീവിതത്തിന്റെ അകത്തും ഈ ദിവസങ്ങളിലെ മെസ്സേജുകളൊക്കെ അനുഗ്രഹമായി തീരുന്നു എന്ന് വിശ്വസിക്കുന്നു. 28-ാം സങ്കീർത്തനത്തിലെ ഈ 7-ാമത്തെ വാക്യത്തിൽ യഹോവ എൻ്റെ ബലമാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഹൃദയം ദൈവത്തിൽ ആശ്രയിച്ചു, ഹൃദയം ഉല്ലസിക്കുന്നു. ദൈവാശ്രയത്തിൽ നിന്നാണ് പ്രാർത്ഥന വരേണ്ടുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക, ദൈവാശ്രയത്തിൽ നിന്നാണ് പ്രാർത്ഥന വരേണ്ടുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് 7-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ, യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയമാകുന്നു. ദ ലോർഡ് ഈസ് മൈ സ്ട്രെങ്ത് എന്നാണ്. വെറുതെ പറഞ്ഞു വിടാം സ്ട്രെങ്ത് എന്ന്. ഇന്നത്തെ കാലത്ത് ചിലർ പറയുന്നത് ഇഷ്ടം പോലെ ഉണ്ട്, ഞങ്ങൾക്ക് FD ഉണ്ട്, ഭൂമിയിലെ സ്വത്തുകളുണ്ട്, ഇഷ്ടംപോലെ സ്വത്തുണ്ട്, അതാണ് ഞങ്ങളുടെ ബലം, ഇന്ന കുടുംബമാണ്, അതാണ് ബലം. അപ്പം ഇതുകൊണ്ടൊക്കെ ഭൂമിയിൽ ജീവിച്ചു പോകാമെന്ന് ധരിക്കുന്ന കുറച്ചധികം ആൾക്കാരുണ്ട്. ഞാൻ പറയട്ടെ, പണം വേണ്ടെന്നല്ല, ഭവനങ്ങൾ വേണ്ടെന്നല്ല, അതെല്ലാം ദൈവം നമുക്ക് തരുമ്പോൾ നമുക്കതെല്ലാം അനുഭവിക്കാം. പക്ഷേ അതേ സമയം തന്നെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടുന്ന ഒരു ദൈവാശ്രയമുണ്ട്, ദൈവത്തോടുള്ള അനുസരണമുണ്ട്, ദൈവത്തോടുണ്ടാകേണ്ടുന്ന കൂട്ടായ്മയുണ്ട്. ഇതില്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു വലിയ ശൂന്യതയുണ്ടാകും. ആ ഒരു ശൂന്യത നികത്തുവാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവം നമ്മുടെ ബലമായി തീരട്ടെ. ഞാൻ തലമുറകളുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യത്തിൽ ഒരനുഭവം എനിക്ക് ഈ സമയത്ത് നിങ്ങളോട് പറയാതിരിക്കാനായിട്ട് പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, ചെറുപ്പക്കാരുടെ കാര്യവും കുഞ്ഞുങ്ങളുടെ കാര്യവും ഒക്കെ. ചില മാസങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി തൻ്റെ അമ്മയോടൊപ്പം ഇവിടെ ചർച്ചിൽ പ്രാർത്ഥിക്കാനായിട്ട് വന്നു. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് വൈകിട്ടാണ് വന്നത്. അവരെ എനിക്കറിയില്ല, മറ്റൊരാള് നമ്പർ കൊടുത്തവർ വന്നതാണ്. വന്നു, അവരുടെ വിഷയമൊന്നും അവർ പറയുന്നില്ല, പ്രാർത്ഥിക്കണം, ഒരു നല്ല എന്താ പറയുന്നത്, കണ്ണിൽ നോക്കിയാൽ തന്നെ നിഷ്കളങ്കയായ ഒരു പെൺകുട്ടി. അപ്പോൾ അവൾ വന്നു, ഞങ്ങൾ കുടുംബമായിട്ട് പ്രാർത്ഥിക്കാനിരുന്നു. ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രാർത്ഥന വിഷയം? അപ്പം ആ അമ്മ എന്നോട് പറഞ്ഞു, ഇവൾക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ഇവക്ക് കൈവശം കൊടുത്തിട്ടുണ്ട്, പ്രാർത്ഥിച്ച് വെള്ളം കൊടുത്ത് അവളെ കൊണ്ട് ഛർദ്ദിപ്പിക്കണം. അപ്പൊ ഞാൻ പെട്ടെന്ന് അത്ഭുതപ്പെട്ടു പോയി. പ്രാർത്ഥിച്ച് വെള്ളം കൊടുത്ത് കൈവശം ഛർദ്ദിക്കാൻ തക്കവണ്ണം എന്താ പറയുന്നത്, ഇതെന്താണ് സംഭവം എന്നറിയണമല്ലോ. വെറുതെ ഒരാൾ വന്ന് പ്രാർത്ഥിച്ചു വെള്ളം കൊടുത്ത് ഇത് കൈവശം, ഞാൻ അതിനെക്കുറിച്ചൊന്നും ഞാൻ പോകുന്നില്ല. അപ്പം എനിക്ക് പെട്ടെന്ന് കൗതുകമായി, ഇവരിങ്ങനെ പറയാനുള്ള കാര്യം എന്താ. അപ്പം അവരോട് ആരൊക്കെയോ പറഞ്ഞു, പാസ്റ്റർമാര് പ്രാർത്ഥിച്ചു വെള്ളം കൊടുത്താൽ ബന്ധനം ഉണ്ടെങ്കിൽ പോകും. സത്യമാണ്, ഒത്തിരി അടുത്ത് നടന്നിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ എനിക്ക് അങ്ങനൊന്നും ഒരു ഗൈഡൻസ് എനിക്ക് തരുന്നില്ല. ദൈവാത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യുന്നില്ല. അപ്പം പരിശുദ്ധാത്മാവ് ഗൈഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരുന്നു, എന്താണ് സംഭവം എന്നറിയാനായിട്ട്. അപ്പം ഇവരൊരു വലിയ സമ്പന്ന കുടുംബത്തിലെയാണ്. വളരെ ചുരുക്കമായിട്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞുവിടാം. ഈ മോള് ജനിച്ചതും വളർന്നതും എല്ലാം ഒരു വിദേശ രാജ്യത്താണ്. അവളുടെ അമ്മയും അപ്പനും എല്ലാം ഒരു വലിയ സമ്പന്ന രാജ്യത്തിൽ ഉന്നതമായി ജീവിക്കുകയാണ്.
അപ്പം ഇവളുടെ പ്രശ്നം എന്താണെന്ന് ഇവർ പറയുന്നില്ല. ഇവര് കൈവശം ഛർദ്ദിപ്പിക്കണം എന്ന് മാത്രമേ ഇവർ പറയുന്നുള്ളൂ. അവ്യക്തമാണ് പല കാര്യങ്ങളും. ഞാനും അങ്ങ് ഭാരപ്പെട്ടു പോയി. ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. എനിക്കാണെങ്കിലോട്ട് ദൈവാലോചനകളൊന്നും കിട്ടുന്നുമില്ല. ഞാൻ ഒരു കാര്യം ഞാൻ സ്നേഹത്തോടെ പറയാം. നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി കിട്ടാനായിട്ട് വേണ്ടി മാത്രം നമ്മൾ ഒരിക്കലും ദൈവത്തിന്റെ അരികിലേക്ക് പോകരുത്. സ്നേഹത്തോടെ ഞാൻ പറയാം. ഒരുപക്ഷെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പലർക്കും വേദനയുണ്ടാകും. നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി കിട്ടാനായിട്ട് മാത്രം നമ്മൾ ദൈവത്തിങ്കിലേക്ക് പോവല്ലേ. ദാവീദ് പറയുകയാണ്, എന്റെ ഹൃദയം ഉല്ലസിച്ചെങ്കിൽ എന്റെ ഹൃദയം അവനിൽ ആശ്രയിച്ചത് കൊണ്ടാണ് ഉല്ലസിച്ചത്. അവിടുന്ന് എന്റെ ബലമായതുകൊണ്ടാണ് എനിക്ക് ആശ്രയിക്കാൻ പറ്റിയത്. അപ്പം നമ്മുടെ ബലം മറ്റു പലതുമാണ്. അപ്പം ഞാനും ആകെ വിഷമിച്ചു. കാരണം ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഇവർ ഇത്രയും ദൂരത്തുനിന്ന് വന്നതാണല്ലോ അപ്പ, ഞാൻ ഇവരോട് എന്താ പറയേണ്ടെന്നത്. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഒത്തിരി ഭാരപ്പെട്ടിരുന്നപ്പോൾ പെട്ടെന്ന് ദൈവാത്മാവ് എൻ്റെ ഉള്ളിൽ ഒരു വാചകം തന്നു: മാനസിക സംഘർഷം, മാനസിക ബുദ്ധിമുട്ട്. ഞാൻ ഉടനെ ചോദിച്ചു, ഈ മോൾക്ക് എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടുണ്ടോ? അവരൊന്നും പറയുന്നില്ല. പക്ഷെ മോള് പെട്ടെന്ന് എന്നോട് പറഞ്ഞു, അങ്കിളെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ചോദിച്ചു, എന്താണ് മോൾക്ക്, എന്താണ് പറയാനായിട്ടുള്ളത്? അങ്ങനെ അവളെ മാറ്റി, ഞാനും എൻ്റെ വൈഫുമായിട്ട് മാറ്റി ഇരുത്തിയപ്പോഴാണ് അവൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. വളരെ ചുരുക്കി ഞാൻ പറയാം. +2 കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിൽ ഒരു സ്ഥലത്ത് ആ കുഞ്ഞിനെ പഠിക്കാനായിട്ട് വിട്ടു. അവിടെ അക്രൈസ്തവനായ ഒരു ചെറുപ്പക്കാരനുമായി അടുപ്പത്തിലായി. അവൻ എന്തോ കുറച്ച് ഡ്രഗ്സ് അവക്ക് കൊടുത്ത് അവളുടെ മനോനില താറുമാറാക്കി. അങ്ങനെ മാതാപിതാക്കന്മാർ അത് പിടിച്ച് നാട്ടിൽ കൊണ്ടുവന്ന ഒരു സൈക്യാട്രിക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. അവനെതിരെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി. അങ്ങനെയാണ് ഈ കുഞ്ഞ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. ധാരാളം കാര്യങ്ങൾ അതിൽ നിന്ന് പറയാനായിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ കുഞ്ഞിനോട് ചോദിച്ചു, അക്രൈസ്തവനായ ഒരാൾ വന്ന് നിന്നോട് ജീവിക്കാൻ താല്പര്യമുണ്ട്, ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞിട്ട് നിനക്ക് യേശുവുമായിട്ടുള്ള സ്നേഹബന്ധമില്ലേ? ഒരു കുടുംബജീവിതത്തിൽ ഒരാളെ തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ട് ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് വേണ്ട ഇതൊക്കെ ചെയ്യാൻ. ഇതൊക്കെ ഞാൻ അവളോട് ചോദിച്ചപ്പോൾ അവൾ പറയും, എനിക്കിതൊന്നും അറിയത്തില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു പുരാതന ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. അതിന്റെ പേരോ ഒന്നും എനിക്കിതൊരു സമൂഹ മാധ്യമമായതുകൊണ്ട് വെളിപ്പെടുത്താൻ പറ്റത്തില്ല. ദൈവത്തിന് സ്തോത്രം. കാരണം അത്ര ഗൗരവമായി നമ്മൾ ചെയ്യുന്ന ഒരു ശുശ്രൂഷ ആയതുകൊണ്ടും ധാരാളം പേരുടെ കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ടും ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ ആ പ്രൈവസി കാത്തു സൂക്ഷിക്കേണ്ടത് കൊണ്ടാണ് ഞാൻ സ്ഥലമോ ഏരിയയോ ഒരു ഹിന്റും ഇതിൻ്റെ അകത്ത് പറയാത്തത്. അപ്പോൾ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ കുഞ്ഞ് ഒരു നിഷ്കളങ്കിയായ കുഞ്ഞാണ്. അവക്ക് വേണ്ടുന്ന ഭക്ഷണം മാതാപിതാക്കന്മാർ കൊടുത്തിട്ടുണ്ട്. അവക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ നൽകി കൊടുത്തിട്ടുണ്ട്. ഏറ്റവും വിലയേറിയ ലോകത്തിലെ വിലയേറിയ വാഹനങ്ങളിൽ അവർ സഞ്ചരിക്കുന്നു, പള്ളിയിൽ പോകുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. പക്ഷെ അകത്ത് യേശു കർത്താവുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും ആ കുഞ്ഞിനില്ല. രക്ഷിക്കപ്പെടുന്നത് എന്താണ്? ദൈവകൽപ്പനകൾ എന്തൊക്കെയാണ്? കർത്താവിനോട് ചേർന്ന് നടക്കുന്നത് എങ്ങനെയാണ്? ഈ കാര്യങ്ങളെല്ലാം ആ കുഞ്ഞിന് പറഞ്ഞു കൊടുത്തപ്പോൾ അവൾ ഇങ്ങനെ അന്താളിച്ചെന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയാണ്. ആദ്യമായിട്ട് ഇത് കേൾക്കുന്നത് പോലെ. ഞാൻ പറയട്ടെ, ഒട്ടുമിക്ക ആളുകളും ക്രൈസ്തവർ തന്നെയാണ്. സഭാ വ്യത്യാസമില്ലാതെ ഈ സന്ദേശം കേൾക്കുന്നത്. ചില ഹിന്ദുക്കളും കുറച്ച് ആളുകളും ഒക്കെ ഈ മെസ്സേജ് കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്റെയും നിങ്ങളുടെയും കൈകളിൽ ഇരിക്കുന്ന ഈ ഒരു ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം ഇല്ലാത്തവരായിട്ട് ആരാണുള്ളത്? ഇതിനെയൊക്കെ വെറുതെ വീടിന്റെ സൈഡിൽ മാറ്റി വെച്ചിട്ട് നമ്മൾ മറ്റെന്തിൻ്റെയെങ്കിലും ഒക്കെ വഴികളിൽ പോകുമ്പോൾ ഇത് വായിക്കാനോ ഇത് പഠിക്കാനോ ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനോ തലമുറയെ ദൈവബോധത്തിലോ ദൈവാശ്രയത്തിലോ ദൈവശബ്ദം കേട്ടോ പരിശുദ്ധാത്മ അഭിഷേകത്തിലോ കുടുംബജീവിതം തിരഞ്ഞെടുക്കുമ്പോൾ പ്രാർത്ഥിച്ച് ദൈവത്തോട് ആലോചന ചോദിച്ച്, ഒരു കോഴ്സിന് പോകുമ്പോൾ പ്രാർത്ഥിച്ച് ദൈവത്തോട് ആലോചന ചോദിച്ച്, ഒരു ചെറിയ കാര്യം സാധിക്കുമ്പോൾ പോലും മുട്ടയിലിരുന്ന് പ്രാർത്ഥിച്ചു കുഞ്ഞെ അത് മേടിക്കണം എന്ന് പറഞ്ഞ് ദൈവത്തോടൊരു ബന്ധത്തിന്റെ അകത്ത് കൊണ്ടുവരുവാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പല കുടുംബങ്ങളും മാറ്റപ്പെട്ടു പോകുമ്പോൾ ഞാൻ പറയട്ടെ, പിന്നീട് സംഭവിക്കുന്ന കാര്യങ്ങൾ ഭയാനകമായിരിക്കും. ഭയാനകം എന്ന് പറയുന്ന ഒരു പദം ഞാൻ ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ ഈ ദിവസങ്ങളിലൊക്കെ ധാരാളം ആളുകൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ച് ഓരോ കുടുംബങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ തലയിൽ കൈവെക്കുകയാണ്. പണം കൊണ്ടെല്ലാം സാധിക്കാം എന്ന് നമ്മൾ ധരിക്കരുത് എൻ്റെ പ്രിയപ്പെട്ടവരെ. ദൈവത്തോടുള്ള ബന്ധത്തിൽ നമുക്കൊരാഴമായ സ്നേഹമുണ്ടാകണം, ബന്ധമുണ്ടാകണം. ദൈവശബ്ദം നമ്മൾ ഓരോരുത്തരും കേൾക്കണം. പെട്ടെന്ന് ഞാൻ പറഞ്ഞുവിടാം. 28-ാം സങ്കീർത്തനത്തിൽ ദാവീദിന്റെ ഹൃദയം ഉല്ലസിച്ചെങ്കിൽ അതുകൊണ്ട് എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു. എന്തുകൊണ്ട് ഹൃദയം ഉല്ലസിക്കുന്നു? എൻ്റെ ബലം യഹോവയാണ്, എൻ്റെ പരിചയം യഹോവയാണ് എന്ന് പറഞ്ഞാൽ ദാവീദിന്റെ ജീവിതത്തിന്റെ അകത്തെ സകലതും ദൈവമായിരുന്നു. നമ്മുടെ ജീവിതത്തിന്റെ അകത്തെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ കരങ്ങളിലാകട്ടെ. ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ, ഒരു വീട്ടിൽ നിന്ന്
ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് വേണം യാത്രയ്ക്ക് പോകുവാൻ. ഒരു വാഹനം എടുക്കുമ്പോൾ ഒരു വാക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് വാഹനം എടുക്കുക. ഞാൻ പറയട്ടെ, ഒരു തുണിക്കടയിൽ പോയാൽ പോലും ചിലർക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല. ഒരു ചെരുപ്പ് എടുക്കാൻ പോയാൽ പോലും ഞാൻ ഹൃദയത്തിൽ കർത്താവേ, എൻ്റെ ഒരു കാര്യത്തിനായിട്ട് ഞാൻ പോകുന്നതിനെ സഹായിക്കണമെന്ന് പറയാതെ ഇറങ്ങാറില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇതൊരു ശീലമാണ്. ചിലർ ചോദിക്കും, ചെരുപ്പ് വാങ്ങുന്നവനാക്കി ദൈവത്തെ മാറ്റുകയാണോ എന്ന്. ഒരിക്കലുമല്ല. ഞാൻ ദൈവത്തെ കണ്ടത് വലിയ കാര്യങ്ങളുടെ ദൈവം മാത്രമല്ല, ചെറിയ കാര്യങ്ങളുടെ ദൈവമായിട്ടുമാണ്. കാരണം എൻ്റെയൊക്കെ ജീവിതത്തിന്റെ അകത്തെ ചെറിയ കാര്യങ്ങൾ, ഞാൻ ആഗ്രഹിക്കുന്ന ചെറിയ കാര്യങ്ങൾ പോലും, അതൊക്കെ ഇതിൻ്റെ അകത്ത് പറഞ്ഞാൽ ചിലരൊക്കെ ചിരിക്കും. ഞാൻ ആഗ്രഹിച്ച നിസ്സാരമായ കാര്യങ്ങൾ പോലും ദൈവം എൻ്റെ കൈകളിൽ കൊണ്ട് തന്നിട്ടുള്ള അനുഭവത്തിൽ നിന്ന് വിളിച്ചു പറയുമ്പോൾ നമ്മുടെ ദൈവം വലിയ ദൈവം മാത്രമല്ല, ചെറിയ കാര്യങ്ങളുടെ ദൈവം കൂടെയാണ്. അപ്പോൾ അങ്ങനെ കർത്താവുമായിട്ടുള്ള ആഴമായ ബന്ധത്തിൽ, ആശ്രയത്തിന്റെ അകത്ത് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ ദൈവത്തോടുള്ള അനുഭവം എത്ര വലിയതാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം കൂടെ ഞാൻ ഓർമ്മയിലേക്ക് വന്നതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയാം. ദൈവം എന്നെ കാണിക്കുന്ന എല്ലാ സ്വപ്നങ്ങളും ദർശനങ്ങളും ഞാൻ ഡയറിയിൽ എഴുതി വെക്കാറുണ്ട്. ഇപ്പോൾ ചർച്ചിലുള്ളവരും അങ്ങനെ എഴുതി വെക്കാറുണ്ട്. ഒരിക്കൽ ഒരു ചെറിയൊരു അനുഭവം ഉണ്ടായി. ഞാൻ കണ്ടതെന്ന് പറയുന്നത്, എൻ്റെ വണ്ടിയുടെ ടയർ തേഞ്ഞ് പെട്ടെന്ന് മാറി, ഒരു പ്രയാസത്തിലായി പെട്ടെന്ന് മാറാനായിട്ട് ഞാനൊരു ഒരു ടയർ ചേഞ്ചിങ് കടയിൽ നിൽക്കുന്നു. ഇത് ഞാൻ വെളുപ്പിനെ കണ്ടു. ഞാനത് ഡയറിയിൽ എഴുതി, ഞാനത് അങ്ങ് വിട്ടുപോയി. അപ്പൊ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓട്ടം ഓടുകയാണ് വണ്ടി. അപ്പം സംഭവിച്ചൊരു കാര്യം, നിങ്ങൾക്ക് ഇത് ചെറിയ കാര്യമായിട്ട് തോന്നും. ഞാൻ ചെറിയ കാര്യത്തിന്റെ ദൈവമാണെന്നൂടെ പറയാനായിട്ട് വരികയാണ്. അപ്പം അന്ന് കുറച്ച് ഞെരുക്കത്തിലും ബുദ്ധിമുട്ടിലും ഒക്കെ ആയിരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ മാക്സിമം യൂട്ടിലൈസേഷൻ ആണല്ലോ, വണ്ടി എത്ര ഓടിക്കാമോ അത്ര ഓടിക്കാം. പക്ഷെ അന്ന് എൻ്റെ വണ്ടിയുടെ കാറ്റടിക്കാനായിട്ട് ഒരു സ്ഥലത്ത്, അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ചെന്നപ്പം അവരാ ചേഞ്ച് ചെയ്യുന്ന സമയത്ത്, അവരത് നോക്കുന്ന സമയത്ത് അവരതിൻ്റെ ഉൾഭാഗം കണ്ടപ്പോൾ അവർ പറഞ്ഞു, ടയറിന് പ്രശ്നമാണ്, ടയറിന്റെ ഉള്ളു മുഴുവനും പോയി, ടയർ മാറ്റിയാലേ പറ്റത്തുള്ളൂ. എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായി. പെട്ടെന്ന് 2 ടയർ ഒന്നിച്ചു മാറ്റണം, ഇത്രയും പൈസ കർത്താവേ ഇനി ഉണ്ടാക്കണമല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് ഈ സ്വപ്നം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നു. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, നാഥ, എൻ്റെ ആക്രി വണ്ടിയുടെ ടയർ പോലും തേയുന്നത് അവിടുന്ന് അറിഞ്ഞു. അത് മാറ്റുമ്പോൾ എനിക്ക് വേദന ഉണ്ടാകും എന്നുള്ള കാര്യം പോലും അവിടുന്ന് അറിഞ്ഞു. നിങ്ങളുടെ തലയിലെ മുടി പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. അതിലൊന്ന് നിലത്ത് വീഴണമെങ്കിൽ അവിടുന്ന് അറിയാതെ നടക്കത്തില്ല. ഞാൻ പറയട്ടെ, കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വലിയ കരുതൽ നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും. 28-ാം സങ്കീർത്തനത്തിൽ ദാവീദ് വലിയ പ്രശ്നത്തിലാണ്. എന്താണ് ദാവീദിന്റെ പ്രശ്നം? യഹോവേ, നീ മിണ്ടാതെയിരുന്നാൽ കുഴിയിൽ നിന്ന് എനിക്ക് കരകയറുവാൻ പോലും കഴിയത്തില്ല. ശത്രുക്കൾ അത്രയ്ക്ക് അധികമാണ്. നിങ്ങൾ ആ സങ്കീർത്തനം വായിച്ചു നോക്കിക്കൊള്ളുക. അത്രയ്ക്കാണ് എൻ്റെ ചുറ്റുപാടുമുള്ള ശത്രുക്കൾ. പക്ഷേ അവിടുന്ന് മിണ്ടാതെ ഇരുന്നാൽ ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവനെ പോലെ ആയിത്തീരും. ഇത്ര വലിയ പ്രശ്നത്തിൽ നിൽക്കുമ്പോഴും ബലം ദൈവത്തിലാണ്, പ്രാകാരം ദൈവമാണ്, ഹൃദയം ദൈവത്തിൽ ആശ്രയിച്ചു. ഞാൻ കഴിഞ്ഞ ചില മെസ്സേജുകൾക്ക് മുമ്പ് പറഞ്ഞതുപോലെ പ്രാർത്ഥനാ വാചകങ്ങൾക്കല്ല പ്രാധാന്യം. കാരണം കർത്താവായ യേശു ക്രിസ്തു പോലും ഇങ്ങനെ പറഞ്ഞു. അതേ, എന്താ പറയുന്നത്? വാക്കുകളുടെ അമിതമായ ഉപയോഗത്തിലല്ല പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടുന്നത്. അവിടുത്തെ രാജ്യം അന്വേഷിക്കുക, അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കുക. നമ്മുടെ ജീവിതം ദൈവം മുമ്പാകെ പ്രസാദമുള്ളതായി തീരട്ടെ. ദൈവ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് അവിടുത്തെ കൂട്ടായ്മയിൽ നമുക്ക് മുമ്പോട്ട് നടക്കാം. അതുകൊണ്ട് എഴുതിയിരിക്കുകയാണ്, എനിക്ക് സഹായം ലഭിച്ചു. കണ്ടോ, ഹൃദയം ആശ്രയിച്ചത് കൊണ്ട് സഹായം ലഭിച്ചുവെന്നാണ്. പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രം മറുപടി കിട്ടിയെന്നല്ല. ഹൃദയം ഉല്ലസിക്കാനുള്ള കാരണം ഹൃദയം ആശ്രയിച്ചത് കൊണ്ടാണ്. ഹൃദയം ഉല്ലസിച്ചവൻ പാട്ടുപാടുകയാണ്, ഇല്ലേ? അങ്ങനെയല്ലേ? എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു, പാട്ടോടെ ഞാൻ അവനെ സ്തുതിക്കുന്നു, ഇല്ലേ? മിക്ക ആളുകളും പലപ്പോഴും പാട്ട് പാടുന്നത് ഒരു സന്തോഷവും ഇല്ലാതാണ്. എൻ സങ്കടങ്ങൾ സകലതും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി എന്ന് പാട്ട് പാടും. പക്ഷേ ഒരു സങ്കടവും മാറാതെയാണ് പാടുന്നത്, ഒരു സന്തോഷവും ഇല്ലാതെയാണ് പാടുന്നത്. പക്ഷെ ദാവീദ് ഇവിടെ പറയുകയാണ്, എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു, ഞാൻ പാട്ട് പാടുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് ഒരു മാറ്റം വരാം. വാക്കുകൾ മാത്രമാകാതെ ജീവിതം ദൈവം മുമ്പാകെ നമുക്കൊന്ന് സമർപ്പിക്കാം. ആഴമായി കർത്താവിനോടുള്ള സ്നേഹത്തിൽ നമുക്കൊന്ന് വളരാം. അവിടുന്ന് പറയുന്നത് എന്തായാലും അത് കേൾക്കാനുള്ള മനസ്സൊരുക്കത്തോടെ അവിടുത്തെ പാദപീഠത്തിൽ നമുക്കായിരിക്കാം. ഈ ലോകത്തിൽ മാത്രമല്ല, ഇതിനപ്പുറത്തൊരു നിത്യതയുണ്ട്. ആ നിത്യതയിലും നമ്മൾ ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുമെന്നുള്ള ആ വലിയ തിരിച്ചറിവിൽ നമുക്കായിരിക്കാം. കാരണം അവിടെ എഴുതിയിരിക്കുകയാണ്, യഹോവ തന്റെ ജനത്തിന്റെ ബലമാകുന്നു. അടുത്തത്, അതേ, ദൈവത്തിന് സ്തോത്രം, തന്റെ അഭിഷിക്തന് അവൻ രക്ഷാ ദുർഗം തന്നെ. ദൈവം നമ്മെ സഹായിക്കട്ടെ.
ഈ ഒരു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു. മാറാനാഥ.